ധന്യ, ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ജീവിക്കാൻ പാടില്ല എന്ന വിലക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരു ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീ മകളുടെ ഒപ്പം ടൂറ് പോയി ആഘോഷപൂർവ്വം ആ ഒരു നിമിഷത്തെ ധന്യമാക്കിയപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത കുരുപൊട്ടുന്ന ചില മതപണ്ഡിതന്മാർ ഇപ്പം അതാ കൊല്ലം സുധിയുടെ ഭാര്യ ഒരു ഫോട്ടോഷൂട്ടുമൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു ചിത്രമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവെച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ വൈറലാവുകയാണ്. അവർ കുറച്ച് വളരെ എക്സ്പോസ്ഡ് ആയിട്ടൊക്കെയാണ് അതിൽ കാണപ്പെടുന്നത്. ഇതിലിപ്പോൾ കുരുപൊട്ടുകയാണ് വലിയൊരു സമൂഹത്തിന്. ഇത് അവർക്കോ അവരുടെ കുടുംബക്കാർക്കോ അല്ല പ്രശ്നം, ഇത് കാണുന്ന സമൂഹമാണ് ചോദ്യം ചെയ്യുന്നത്. നിന്റെ ഭർത്താവ് മരിച്ചതല്ലേ, നിനക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ മറ്റൊരുത്തൻ്റെ കൂടെ ഇങ്ങനെ കെട്ടി ഒരുങ്ങി ആടാൻ? നിനക്ക് നാണമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലൊരു ചിന്താഗതിയുണ്ട്. ഭർത്താവ് മരിച്ചാൽ കുറേ കാലങ്ങൾക്കൊക്കെ മുമ്പുള്ളത് വെള്ള സാരി ഉടുക്കണം, ഈ പ്രേതങ്ങൾ നടക്കുന്നത് പോലെ, പിന്നെ കളറായിട്ടുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കാൻ പാടില്ല. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ അമ്മയാണേ. എൻ്റെ അമ്മ എപ്പോഴും പറയും, എല്ലാ വാർത്തയിലും ഞാൻ അമ്മയെ ഒരു കുലസ്ത്രീയായി പരാമർശിക്കാറുണ്ടെന്നൊക്കെ. പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 11-12 വർഷത്തോളം. അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ആണെങ്കിലും അമ്മ അങ്ങനെ ആർഭാടമായിട്ടുള്ള ഒരു ജീവിതമൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ടീച്ചറായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം VRS ഒക്കെ എടുത്തതാണ്. പക്ഷേ അമ്മയ്ക്കൊരു സാരി നമ്മൾ വാങ്ങിക്കൊണ്ട് കൊടുത്ത് അമ്മ പറയുന്നത്, അമ്മയ്ക്ക് ചിലപ്പോൾ അത് ഉടുക്കാൻ ആഗ്രഹം ഉണ്ടാവും, അമ്മയുടെ മനസ്സിൽ അമ്മയ്ക്ക് അത് ഉടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അമ്മ ആദ്യം പറയുന്നത്, ഞാൻ ഇത് ഉടുത്ത് പുറത്തിറങ്ങിയാൽ ആളുകൾ എന്ത് പറയും? ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് ഞാൻ, അവിടെയാണ് പ്രശ്നം. ആളുകൾ എന്ത് പറയും? ഒരു പൊട്ട് വയ്ക്കാൻ അമ്മയോട് പറഞ്ഞാൽ, അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ പൊട്ട് തൊട്ടിട്ടില്ല, പൊട്ട് തൊടാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മ പറയും, ആളുകൾ ഭർത്താവ് മരിച്ചിട്ട് പൊട്ടും തൊട്ട് പൂവും വെച്ച് നടക്കുമെന്ന് ആളുകൾ പറയും. വളരെ ശരിയാണ് തന്നെ പറഞ്ഞത്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഇപ്പം നമ്മൾ മറ്റൊരു മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കണം, മറ്റൊരു മനുഷ്യനെ ഉപദ്രവം ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതിലൊന്നും യാതൊരു തരത്തിലുള്ള തർക്കമില്ല. പക്ഷെ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നതനുസരിച്ചിട്ട് എല്ലാ പ്രക്രിയകളെയും രൂപപ്പെടുത്തണം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു മനോഭാവമാണത്. ഇപ്പം രേണുവിനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലം ഞാനും ഒക്കെ ഇങ്ങനെ ആയിരുന്നു ഗൗതം. നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരത് പറഞ്ഞാൽ നാട്ടുകാരല്ല നമുക്ക് ചെലവിന് തരുന്നത് എന്നാ മനസ്സിലാക്കി തുടങ്ങിയ നിമിഷം മുതൽ നാട്ടുകാർ പറയേണ്ടത് അവിടെ ഇരുന്ന് പറയും. നമ്മൾ എന്ത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അവരത് പറയും. ഇതിന്റെ വലിയ മനുഷ്യന്റെ പല ദുഃഖങ്ങൾക്കുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടുകാരാണ്. അതെ, അവന് പേഴ്സണലി ഒരു കുഴപ്പമില്ല, പക്ഷെ നാട്ടുകാരെന്ത് പറയും എന്നുള്ളത് കൊണ്ടാണ് ദുഃഖിക്കുന്നത്. അതെ, ഇപ്പൊ രേണുവിനെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കണം, അവർക്ക് കുഞ്ഞിനെ വളർത്തണം, അവരുടെ സാമ്പത്തികമായ അടിത്തറ ഉണ്ടാക്കണം. ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണ് അവര് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചു, അതുകൊണ്ട് 24 മണിക്കൂർ കരഞ്ഞ് കണ്ണീര് വലിപ്പിച്ച് വീടിൻ്റെ മൂലക്കിരുന്നാൽ അവർക്ക് അന്നം കിട്ടില്ല, ആരും കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കില്ല. ചിലപ്പോൾ അവരുടെ ഭർത്താവിന്റെ മണമൊക്കെ പെർഫ്യൂമാക്കി കുപ്പിയിൽ കൊണ്ടു കൊടുക്കാൻ ആളുകളുണ്ടാവും, പക്ഷെ 3 നേരം അന്നം കൊടുക്കാൻ ആരും ഉണ്ടാകില്ല. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, അതായത് സ്വാതന്ത്ര്യം വലിയ നല്ല രീതിയിൽ വ്യക്തി സ്വാതന്ത്ര്യം ഏറെ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ആ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന, അതനുസരിച്ചിട്ട് ജീവിക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ ചില നാട്ടുകാർക്ക്, ആളുകളുടെ മനസ്സിൽ ഒരു അസൂയമയോ അല്ലെങ്കിൽ എന്തോ തരത്തിലുമുള്ള കോംപ്ലക്സോ കുരുപൊട്ടലുകളോ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ പ്രതികരിക്കുക. നിനക്ക് ഭർത്താവ് മരിച്ചില്ലേ, നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, നീ എന്തിനിത്ര സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, നീ വീട്ടിൽ അടങ്ങി ഇരിക്കൂ, അതാണ് ശീലിക്കേണ്ടത്, അതാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സങ്കുചിതപരമായിട്ടുള്ള മാനസികാവസ്ഥകളാണ് ആളുകൾ ഈ കമൻറ്റുകളിലൂടെയും മറ്റഭിപ്രായങ്ങളിലൂടെയൊക്കെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊന്നും ആരും ഉന്നയിക്കുന്നുമില്ല എന്നുള്ളത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, മറ്റുള്ളവൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ട് ഇരിക്കുക, എന്നിട്ട് അവനെ കുറ്റം പറയുക. സ്വന്തം വീട്ടിൽ എന്ത് നടന്നാലും അത് ഒരു പ്രശ്നമില്ല. ഇപ്പം രേണുവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ പറഞ്ഞ പോലെ സുധിയുടെ അപകട മരണശേഷം ഒരു സംഘടന അവർക്ക് ഫിലോകാൽപ്പിയ എന്ന് പറയുന്ന ഒരു സംഘടന അവർക്ക് വീട് വെച്ച് നൽകി.
നല്ല കാര്യമാണ്. ഒരു വീട് വെച്ച് നൽകിയെന്നും പറഞ്ഞിട്ട് ആ വീട് 24 മണിക്കൂർ ആ വീടിനെ നോക്കിയിരുന്നാൽ വയറ് നിറയുമോ? ഇല്ല. നമ്മൾ പണിയെടുത്താലും നമുക്ക് ജോലി ചെയ്താലേ. അപ്പോൾ ആളുകൾ ചോദിക്കും വേറെ എന്തെല്ലാം ജോലിയുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ജോലി അവർ ചെയ്യട്ടെ. അവർക്ക് ഇത്തരം അഭിനയമാണ് അവരുടെ താല്പര്യമെങ്കിൽ അവർ അത് ചെയ്യട്ടെ. അതിന് അവരുടെ പുറകെ നടന്ന് പിന്നെ രേണു അതിര് വിടുന്നു, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. ഒരാൾ എന്ത് ഡ്രസ്സ് ധരിക്കണം, എന്ത് ആഹാരം കഴിക്കണം, എവിടെ പോകണം, ആരോടൊപ്പം പോകണം, ആരോടൊപ്പം ജീവിക്കണം, ഇതൊക്കെ അതൊക്കെ ഒരു വ്യക്തിയുടെ താല്പര്യമാണ്. അതിൻ്റെ പുറകെ നടന്ന് ഇവരെവിടെ പോകുന്നു, ഇവർ എന്ത് ചെയ്യുന്നു, ഇവർ കല്യാണം കഴിച്ചിട്ട് വേറെ ആളിൻ്റെ കൂടെയാണോ പോകുന്നത്, അതോ പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപേ ഇവർ എത്ര പേരോടൊപ്പം സെക്സ് ചെയ്തിട്ടുണ്ട്, എന്തിനിതൊക്കെ അന്വേഷിച്ച് പോകും. നമ്മളിപ്പോൾ കൊളീഗ്സ് നമ്മൾ തമാശയ്ക്ക് പലതും പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഗൗതമിൻ്റെ ലൈഫിൽ കയറി വന്നിട്ട് ഗൗതം ഇന്നലെ എത്ര പെണ്ണുങ്ങളോടെ പോയി, മിനിങ്ങാന്ന് എത്ര സ്ത്രീകളുമായി ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ ഗൗതമിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ, ഇതൊന്നും ചോദിക്കേണ്ട കാര്യം ഗൗതമിനില്ല. എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം ഗൗതമിനെന്നല്ല, ഈവൻ എൻ്റെ ഭർത്താവിന് പോലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പേഴ്സണൽ കാര്യം അത് എൻ്റെതാണ്, ഞാൻ എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ നമ്മൾ വളർന്നു വന്നൊരു രീതിയുണ്ട്. ഞാനൊക്കെ പക്ക ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊക്കെ എൻ്റെ മൈൻഡിലൊരു ബൗണ്ടറി ഉണ്ട്. അതിനപ്പുറം പോകാൻ നമുക്കൊക്കെ ഭയങ്കര പാടാണ്. അതിനപ്പുറം പോയാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക്, എൻ്റെ അമ്മയുടെ ഒരു അനിയത്തിയുണ്ട്, സദാചാരം കണ്ടുപിടിച്ചത് ആ സ്ത്രീയാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്, സർക്കാരിൻ്റെ വലിയ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡായ സ്ത്രീയാണ്. അപ്പോൾ നമ്മളൊക്കെ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടാൽ ആകാശം ഇടിഞ്ഞു വീഴുന്നു എന്ന് അവർ പറയുന്നത്. ചോദിക്കാനും പറയാനും നമുക്കൊന്നും ആരുമില്ല അങ്ങനെയൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മകള്, ഇവർക്ക് 2 മക്കളുണ്ട്. അപ്പോൾ അതിലൊരു പെൺകൊച്ച് ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അപ്പോൾ ആ പെൺകൊച്ച് ഷോർട്സൊക്കെ ഇട്ട് സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ ആ പെൺകൊച്ച് അതിൻ്റെ 2-3 ഫോട്ടോ ഇൻസ്റ്റയിൽ ഇട്ടപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ മോൾ എന്നോട് ചോദിക്കുന്നത്. അവർക്ക് 23 വയസ്സേ ആയിട്ടുള്ളൂ എൻ്റെ ചേച്ചിയുടെ മോൾ. അവൾ എന്നോട് ചോദിക്കുക, എന്നെ അമ്മ എന്നാണ് വിളിക്കുന്നത്, അമ്മ കണ്ടായിരുന്നോ, നമ്മളാണ് ഇത് ഇട്ടിരുന്നുവെങ്കിൽ കുഞ്ഞ് എന്തൊക്കെ നമ്മളെ പറഞ്ഞേനെ. ഇപ്പോൾ കുഞ്ഞയുടെ മോളിട്ടപ്പോൾ കുഞ്ഞയ്ക്ക് പ്രശ്നവുമില്ല, ഒന്നുമില്ല അല്ലേ. അപ്പം നമ്മളിട്ടാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പറയുമ്പോൾ നമ്മുടെ അമ്മ അതിന് സപ്പോർട്ട് നിൽക്കും. ശരിയാണ്, ആളുകൾ അതും ഇതും പറയും, നീ അവർ പറയുന്നത് കേൾക്കണം, ആളുകൾ പറയാം. അവരെ മക്കളത് ഇടുമ്പോൾ പറയാനായി ആരും പോകുന്നില്ല. അത് അവരുടെ മക്കൾ സ്വാതന്ത്ര്യമാണ്, അവർക്ക് പോലും അത് ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നുള്ളതാണ്. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരുടെ മക്കളെയോ അവരെയോ എന്തും പറയാനുള്ള അവകാശമുണ്ട്. ഇപ്പം നമുക്കൊക്കെ ഒരു തരത്തിൽ ബുദ്ധി ഉദിച്ചു കഴിഞ്ഞപ്പോൾ പതുക്കെ പറയാൻ വരുമ്പോൾ നമ്മൾ തന്നെ വെട്ടി വീഴ്ത്താറുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആളുകൾക്ക് നമ്മുടെ രാജ്യത്തിലെ എന്താ പറയുക നിയമ സംവിധാനത്തെ പറ്റിയിട്ട് പല ആളുകൾക്കും വലിയ ധാരണയില്ലാത്തത് കൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളും രൂപപ്പെടുന്നത്, ആളുകൾ ദുഃഖിക്കേണ്ടി വരുന്നത്. ഒരു കാര്യം ഞാനൊരു പ്രശ്നം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്നു എന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ ഞാനത് മാറ്റപ്പെടും, അല്ലെങ്കിൽ അയാൾക്കിതാവും. ഇവിടെയൊക്കെ നമ്മൾ ശരിക്കും മുമ്പിൽ വെക്കേണ്ട, മതഗ്രന്ഥം പോലെ മുമ്പിൽ വെക്കേണ്ട, പരിശോധിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. എൻ്റെ ഈ പ്രവൃത്തി രാജ്യത്തെ ഭരണഘടനയുമായിട്ട് നോക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അത് തെറ്റാണോ? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ പെരുമാറിയത്. മറ്റുള്ളവർക്ക് അതിൽ തെറ്റാണെങ്കിൽ അത് തെറ്റാണ്, അല്ലാതെ നിനക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നതുകൊണ്ട് അത് തെറ്റാവുന്നില്ല.